രാവിലെ ഇപ്പോൾ എം പിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. എന്തോ എന്തോ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണോ? ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? പക്ഷേ അതങ്ങനെയല്ലോ. വി കെ സിയുടെ എം പിയുമായിട്ട് പാലക്കാടിന്റെ എം എൽ എ കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാലക്കാടിന്റെ എം പിയെ കാണുമ്പോൾ പാലക്കാടിന്റെ എം എൽ എക്ക് സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPM നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJP ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഈ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല. പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് വി കെ ശ്രീകണ്ഠൻ എം പി ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ്? രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിലിരുന്ന് കാണാം അല്ലേ? പാലക്കാട് വികസനം സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് തന്നെ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതുയുഗ യാത്രയുടെ പ്രധാനപ്പെട്ട ജാഥയിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? ഞങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ. അതെൻ്റെ പരാതിയല്ല, എൻ്റെ വിഷയമല്ല. നിങ്ങളെങ്ങനെ കാണണം എന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചത് നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും വി കെ ശ്രീകണ്ഠനും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാടിന്റെ വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത്? എന്തിനാണ്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള രണ്ട് ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിനെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാവും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കുമോ? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്തേന്നേ? ചർച്ചയാകേണ്ട വിഷയങ്ങൾ അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം? ഇപ്പം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട എനിക്ക് ഞാൻ മത്സരിക്കണോ വേണ്ടായോ എന്ന് കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? കഴിയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമോ എന്നുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാര്യം പാലക്കാടിന്റെ MP യോട് തന്നെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനോട് തന്നെ രാഹുലിന് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അനുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതിർവരം വിടാൻ ഞാൻ ആളല്ല. ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ട് പരിചയക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാൾ, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ കൂടി കാണണ്ടേ? അവിചാരിതമായി കാണുന്നതിന് എന്തിനാണ് എല്ലാവരും കൂടെ കാണുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും കാണണം. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയി വിഷ് ചെയ്യും, അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം നമുക്കറിയാം പെരുന്നയിൽ വെച്ച കാര്യം അദ്ദേഹം എന്നോട് സംസാരിക്കാതിരിക്കൂ. ഇപ്പോൾ ഇവിടെ CPM ഒരു മന്ത്രി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. CPM ഒരു മന്ത്രി ഇരിക്കുമ്പം അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കില്ലേ? സംസാരിക്കും. ഓക്കെയാണ്. പക്ഷേ പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലടക്കം മുഖം തരാതെ പോയൊരു കാര്യമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പെരുന്നയിൽ വെച്ച് കണ്ട് മുഖം തരാതെ പോയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ലേ? പറ്റിയിട്ടുള്ള വളരെ വിശദമായി ശ്രീ രമേശ് ചെന്നിത്തല ഞാനും പറഞ്ഞിട്ടുണ്ട്. പെരുന്നയിൽ വെച്ച് തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്നെ കാണാതെ അദ്ദേഹം കടന്നു പോകുന്നതിൻ്റെ ഒരു വിഷ്വൽ വെച്ചിട്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ന്യൂസസ്. വാർത്തകൾ ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് എന്നാൽ പിന്നെ നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കൊടുക്കൂ. ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ച വിഷ്വൽ കൊടുക്കൂ. കഴിഞ്ഞ ദിവസവും ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം വളരെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഈ പറയുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം സജീവമായിട്ട് നിൽക്കുകയാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് രാഹുൽ അതിജീവമായിട്ട് ഫോണിൽ വീണ്ടും വാട്സപ്പിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണ് വീണ്ടും അങ്ങനെ ശ്രമിക്കുന്നത്? അത് നിങ്ങളുടെ വാർത്തയല്ലേ? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കോടതി പറയാന്നേ, വാർത്തയല്ലേ? നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ നിങ്ങളുടെ വാർത്തയല്ല. നമ്മൾ മെനയുന്ന വാർത്തകളല്ല രാഹുൽ. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.